UDF നിലപാടുകളിൽ വെള്ളം ചേർത്തു എന്നതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ സ്വാഭാവികമായും UDFന്റെ ഭാഗമായിട്ടുള്ള ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും നിലപാട് മാറ്റേണ്ടതായി വന്നു. ഇപ്പോൾ CV അനുമോദിലേക്ക് പോകുമ്പോൾ അനുമോദ് ലീഗിലെ നേതാക്കളുടെ പഴയകാല പ്രസംഗങ്ങൾ, ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ അതൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വലിയ തുകയാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുക. അപ്പോഴും അവരുടെ അജണ്ട അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ലീഗ് നേരത്തെ ഇതിനെ എതിർത്തത് അതിശക്തമായിട്ടാണ് എങ്കിൽ അതിൽ നിന്ന് മയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ വിദ്യാർത്ഥി സംഘടന, പ്രത്യേകിച്ച് MSF ഉൾപ്പെടെ സമ്മർദ്ദം ശക്തമാക്കേണ്ട ഒരു പശ്ചാത്തലം സൃഷ്ടിക്കപ്പെടുകയാണ്. കാരണം SFI പ്രത്യക്ഷ സമരത്തിനാണ് ഇറങ്ങുന്നത്. അതിനെ എങ്ങനെയാണ് ഈ സമ്മർദ്ദത്തെ ലീഗ് അതിജീവിക്കുക? വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ MSFന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? അഭിലാഷ്, മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ തന്ത്രപരമായ മൗനം പാലിക്കുകയാണ്. ലീഗിന്റെ നേതാക്കളൊന്നും തന്നെ ഇക്കാര്യത്തിൽ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. അവർ ഒരു തരത്തിലും ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കുന്നുമില്ല. മറിച്ച് ഇത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നിരീക്ഷിക്കുകയാണ്. VD സതീശന്റെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് ഒരു പരസ്യ നിലപാടിലേക്ക് എത്താൻ ലീഗിന് ഈ സാഹചര്യത്തിൽ കഴിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഇവിടെ തന്ത്രപരമായ മൗനം ദീക്ഷിക്കുകയാണ് മുസ്ലിം ലീഗ് ഉള്ളത്. മുസ്ലിം ലീഗിന്റെ എല്ലാ കാലത്തും ലീഗ് നിലപാടുകൾക്ക് വേണ്ടി സമരം ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒപ്പം MSFന്റെ കാര്യത്തിൽ MSF ഇക്കാര്യത്തിൽ മറ്റൊരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എങ്ങനെ PMCയിൽ നിന്ന് പിന്മാറാം എന്ന കാര്യം മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കണമെന്നൊരാവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതായത് ഇതിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ചാണ് ഉപസമിതി ചിന്തിക്കേണ്ടത് എന്നൊരാവശ്യമാണ് MSF ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു സംഭവത്തിലൂടെ ചേർത്ത് പറയണം. സമസ്തയുടെ പ്രധാനപ്പെട്ട SFIന്റെ സംസ്ഥാന സെക്രട്ടറിയായ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് സമസ്തയുടെ അഭിപ്രായമായിട്ടോ അല്ലെങ്കിൽ മതസംഘടനയിൽപ്പെട്ട ഒരാളുടെ അഭിപ്രായമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് ഒപ്പിട്ട് കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയുന്ന സാഹചര്യമുണ്ടെന്ന് പരിശോധിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ഈ കരിക്കുലത്തിലും സിലബസിലും മറ്റു കാര്യങ്ങളിലും കാവ്യവൽക്കരണം ഉണ്ടാകാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്ന്. അതൊരു തരം മയപ്പെടലാണ്. അബ്ദുൽ സമദ് പൂക്കോട്ടൂർക്ക് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ PMC പദ്ധതിക്കെതിരെ നിമിഷിതമായ വിമർശനമായി ഉന്നയിച്ച വ്യക്തിയാണ്. ലീഗിനൊപ്പം എക്കാലവും നിൽക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മയപ്പെട്ട അഭിപ്രായത്തിലേക്ക് ലീഗും ലീഗിനൊപ്പമുള്ളവർ എത്തുമ്പോൾ MSF ഇവിടെ അത്രത്തോളം SFIയെ പോലെ കടുത്തൊരു നിലപാടിലേക്ക് പോകുമോ എന്ന് പറയാനാകില്ല. എങ്കിലും അവർ മുന്നോട്ട് വയ്ക്കുന്നത് മന്ത്രിസഭാ ഉപസമിതി ഇതിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ചാണ് പരിശോധിക്കേണ്ടത് എന്ന ഒരു നിലപാടാണ്. ഒരുപക്ഷെ ഈ കടുത്ത പ്രതിഷേധമോ പ്രക്ഷോഭമോ ഒക്കെ ഇക്കാര്യത്തിൽ MSFന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയം. അതായത് നമുക്കറിയാമല്ലോ, ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് തന്നെ ലീഗാണ് എന്നതുകൂടിയാണല്ലോ ഇതിൽ പ്രധാനം. തീർച്ചയായും അതുതന്നെയാണ്. ലീഗിന്റെ നേതൃത്വമാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ലീഗിന്റെ നേതൃത്വത്തിന് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഈ ഒരു PMC പദ്ധതി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ലീഗ് വിചാരിച്ചതെന്ന് മാത്രം അതിനെ മറികടക്കാനായില്ല. കാരണം കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടാണ് കിട്ടാനുള്ളത്. അത് കിട്ടിയില്ലെങ്കിൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതില്ല. മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോട് സന്ധി ചെയ്യുന്ന തരത്തിലല്ല, മറിച്ച് ഫണ്ട് വാങ്ങിയെടുത്ത് സ്കൂളുകൾക്ക് എത്തിക്കുന്ന തരത്തിലാണ് ആദ്യത്തെ പരിഗണന എന്ന തരത്തിലാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുള്ള പ്രതികരണം വരുന്നത്. വലിയ വിമർശനമൊക്കെ നേരിടേണ്ടി വരുമെങ്കിൽ പോലും അവരുടെ ഒപ്പം നിൽക്കുന്ന പണ്ഡിതരിൽ ഒരു വിഭാഗം തന്നെ അതിന് മയപ്പെട്ട തരത്തിലേക്ക് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനെ MSFന്റെ കാര്യത്തിലും MSF ആദ്യം ഇത്തരത്തിലുള്ള ഉപസമിതിക്ക് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ട് കത്തയക്കും. ഒരുപക്ഷെ ചെറിയ പ്രതിഷേധമൊക്കെ നടന്നു എന്നിരിക്കും. അതിനപ്പുറത്തേക്ക് വലിയ പ്രതിഷേധങ്ങൾക്ക് MSF പോകുമെന്ന് ഈ ഘട്ടത്തിൽ ഒരിക്കലും പറയാനാകില്ല. അഭിലാഷ്, എന്തായാലും UDF അവരുടെ നിലപാടുകളിൽ വെള്ളം ചേർത്തു എന്നതിൽ ഒരു തർക്കവുമില്ല. PMC പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് UDFന്റെ തീരുമാനം. അവിടെയാണ് SFI പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുമ്പോൾ MSFും വലിയ പ്രതിരോധത്തിൽ ആകുന്നത്. പ്രത്യേകിച്ച് കാവ്യവൽക്കരണത്തിനുള്ള അവസരമാണ് ഈ PMC പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. അതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന ആവശ്യം ലീഗ് നേരത്തെ ഉന്നയിക്കുന്നതാണ്. MSFനെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ പിന്തുണയ്ക്കുന്ന ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ അവർക്ക് പക്ഷേ ലീഗ് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുകയും ഈ PMC പദ്ധതിയുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ തന്ത്രപരമായ നിലപാട് സ്വീകരിക്കേണ്ടതായി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.